വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിച്ചേറു സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. റംസാനൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ നമ്മൾ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്ത് ചില്ല് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ നമ്മൾ കാനോറ്റത്തുനിന്ന് കറക്റ്റ് 2 മണിക്കൂർ മാത്രം യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഭൂതത്താൻ കെട്ടിയിട്ടാട്ടോ പോണത്. നമ്മളിടയ്ക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് മൂവാറ്റുപുഴ ടൗൺ ആട്ടോ. കണ്ടോ, അതിൻ്റെ തിരക്കും കടകളൊക്കെ കാണാം. ഇത്രയും നേരം നമ്മൾ ശാന്തമായ അന്തരീക്ഷത്തിൽ കൂടെ പോയി പെട്ടെന്ന് നമ്മളൊരു സിറ്റി ഏരിയ കയറുമ്പോഴുള്ളൊരു ഡിഫറൻസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദേ ഇപ്പോൾ കാണുന്നത് ഒരു ഓർഡിനറി പോസ്റ്റ് ഓഫീസ് ആട്ടോ. നല്ല രസമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മൂവാറ്റുപുഴ ആറാട്ടോ. അതിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അവിടെ മറ്റേ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ആകാശത്തിൻ്റെ തെളിഞ്ഞ് കിടക്കുന്ന കാഴ്ചകളൊക്കെ കൂടെ കണ്ട് ഞങ്ങൾ ഭൂതത്താൻകെട്ട് ഡാമിട്ട് പോകാം കേട്ടോ. ശരിക്കും അവിടെ പോകുന്നത് ഒരു വേർത്താട്ടോ. ബിക്കോസ് നമുക്ക് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും വെള്ളത്തിലൊക്കെ കളിക്കാനും ഒക്കെ പറ്റിയൊരു ബെസ്റ്റ് സ്ഥലം. അപ്പോൾ ദേ നമ്മൾ പെരിയാർ നദീതട ജലസേചന പദ്ധതിയുടെ കയറി ഇവിടെയാണ് ഭൂതത്താൻകെട്ട് ഡാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു പാർക്കാട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാം. നല്ല കളർ ഫുള്ളായിട്ട് ഒക്കെയുള്ള ഡാമാണ്. കണ്ടോ, അപ്പുറത്തൊക്കെ ഇവിടുത്തെ വെള്ളം നല്ല തണുപ്പാട്ടോ. പിന്നെ അത് മാത്രമല്ല, കാറ്റ് ഇവിടെ നിന്ന് അടിക്കും. ബിക്കോസ് ഈ ഡാം ഷട്ടർ തുറക്കുമ്പോൾ ഫോഴ്സായിട്ട് പോകില്ല. ആ ഫോഴ്സായിട്ട് പോകുന്ന വെള്ളം നമ്മുടെ ദേഹത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല തണുത്ത വെള്ളം, പാറക്കെട്ടിയിലൊക്കെ കൂടി ഒഴുകുന്ന വെള്ളം ആയതുകൊണ്ടായിരിക്കും നല്ല തണുത്തിട്ടുള്ളത്. പിന്നെ കണ്ടോ, ഈ ഒരു ക്ലൈമറ്റ് നമ്മൾ പോയ ടൈമിൽ നല്ല ബെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം വെയിലും ഇല്ല, എന്നാൽ അധികം മഴക്കാർ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ലാതെ ജസ്റ്റ് ചില്ല് ചെയ്ത് ആ ഡാം ഫുള്ള് ഇന്ന് കാണാൻ പറ്റി. അതുമാത്രമല്ല, ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് വൈകുന്നേരം ആയ ഇവിടെ നല്ല തിരക്കായിരിക്കും. ബിക്കോസ് ഈ മുസ്ലിംസിൻ്റെ ഒരു ഏരിയ, ഇച്ചിരി ഒരു ഏരിയ ആണ് മൂവാറ്റുപുഴ കോതമംഗലം. സോ അവിടെ കുറേ മുസ്ലിംസ് വന്നായിരുന്നു കേട്ടോ വൈകുന്നേര ടൈമിൽ. ബിക്കോസ് റംസാനൊക്കെ കഴിഞ്ഞ് കസിൻസിൻ്റെ ഫാമിലീസിൻ്റെ കൂടെ അവർക്ക് വരാൻ പറ്റുന്നൊരു ടൈം ആയിരിക്കുമല്ലോ ഈ വൈകുന്നേരം. അപ്പോൾ അവിടെ ഫുൾ തിരക്കായിരുന്നു. എനിക്ക് ശരിക്കും ട്രാൻസ്ലേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അത്രയും കാമായിട്ട് കിടന്ന സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ തിരക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. ഇവിടെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ മുമ്പിൽ കയറുമ്പോൾ ഒരു ഷട്ടർ തുറന്നു വിടും, നല്ല ഫോഴ്സിൽ വെള്ളം പോകും. നടുക്കത്തൊരു ഷട്ടറും തുറന്നു വിടും, ഫുൾ ഫോഴ്സിൽ പോകും. ലാസ്റ്റത്തെ ഷട്ടറും തുറന്നു വിടും, ഫുൾ ഫോഴ്സിൽ പോകും. ബാക്കിയുള്ള ഷട്ടറൊന്നും തുറന്നു വിടുന്നില്ല. അപ്പോൾ ഞാനവിടെ കയറിയപ്പോൾ നോട്ടീസ് ചെയ്തത് അതാണ്. അതുമാത്രമല്ല, 2018 നമ്മുടെ വെള്ളപ്പൊക്കം വന്ന ടൈമിൽ അത് എത്ര ലെവൽ വരെയാണ് ഈ വെള്ളം കയറിയെന്നുള്ളത് ഇവിടുത്തെ പില്ലേഴ്സിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കാണുന്ന പില്ലേഴ്സിൽ ഞാനിപ്പോൾ നോക്കുന്നത് ഫുള്ളും ഈ ഡാം ഇതെന്താണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇപ്പോൾ ഈ ഡാമൊക്കെ കണ്ടോ ഇവിടെ തുറന്നിരിക്കുന്നു, പിന്നെ ഏറ്റവും മുമ്പിൽ ഒക്കെ തുറന്നിരിക്കുന്നത്, ബാക്കിയൊന്നും തുറന്നിരിക്കുന്നില്ല. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഏറ്റവും എൻഡി വന്നിട്ട് അവിടെ ഒരു ഇത് കണ്ടു. ഇതെന്ന് വെച്ചാൽ ഇനി ഒരു വെള്ളപ്പൊക്കം എന്തെങ്കിലും വരുവാണെങ്കിൽ വെള്ളം കടത്തി വിടാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാട്ടോ ഇത്. ഇപ്പോൾ അത് വറ്റി ഒരു ചെളിയായിട്ട് കുറച്ച് ഡേർട്ടി ആയിട്ട് കിടക്കുക കേട്ടോ. മുമ്പിൽ തന്നെ നമുക്കൊരു ബിൽഡിങ്ങും ഉണ്ട് കേട്ടോ. ഇവിടെ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആട്ടോ. അപ്പോൾ നമുക്ക് കുരങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഒരു ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ എൻഡിൽ
ഒരു ഐസ്ക്രീം കട, ഒന്നല്ല 2 ഐസ്ക്രീം കട ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. ഭൂതത്തങ്കേട്ട് ഡാമിട്ട് വരുന്ന ആർക്കാണെങ്കിലും ഈ നമ്മുടെ ഇടമലയാർ വാടാട്ടുപാറ സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ ഉള്ള വശത്തു നിന്ന് എൻട്രി ഫീ കൊടുത്ത് കയറാനും അല്ലാത്തവർക്ക് നമ്മൾ വന്ന വശത്തു കൂടെ കയറാനും പറ്റും. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 10 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള 5 വയസ്സിന് മുകളിൽ 10 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും 5 രൂപ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കാർസ് വല്ല ആയിട്ടാണ് വന്നെങ്കിൽ 20 രൂപ വേറെ എക്സ്ട്രാ ഫീയും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ബോട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഒരാൾക്ക് 250 രൂപയാണ്. നമ്മൾ ഈ നദിയിൽ കൂടെ അവർ 1 മണിക്കൂറിട്ട് കറക്കും. ചുറ്റിച്ചിട്ടൊക്കെ ഔട്ടിങ്ങൊക്കെ കണ്ട് ഇവിടുത്തെ പല പല വെറൈറ്റീസൊക്കെ കാണിച്ചിട്ട് നമ്മളെ 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സ്റ്റോപ്പിൽ തന്നെ കൊണ്ട് ഇറക്കും. കണ്ടോ ഇവിടുത്തെ പാറകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സാധാരണ പായൽ ഗ്രീൻ കളറല്ലേ, ഇവിടുത്തെ പായൽ റെഡ് കളറാണ്. അതുപോലെ പാറകളിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുക റെഡിഷ് പാറകളാണ്. പിന്നെ ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് കേരള സ്റ്റേറ്റിൻ്റെ മിനിസ്റ്റർ ഫോർ ഇറിഗേഷൻ ആൻഡ് ഫോറസ്റ്റിൻ്റെ ഡോക്ടർ KJ അടിയോടിയാണ് കേട്ടോ. അതുമാത്രമല്ല ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ഒക്ടോബർ 2-നാട്ടോ. ഇത് ഡിസൈനും കൺസ്ട്രക്റ്റും ചെയ്തത് കേരള PWDയുടെ 1957-ലാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൈഡിൽ തന്നെ ഭൂതത്തങ്കേട്ട് ഡാമിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്. ആ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആട്ടോ നമ്മുടെ പാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പാർക്കിൽ കളിക്കാൻ പോയി. പാർക്കിൽ കളിക്കാൻ ബെസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ ആ പാർക്കിൽ കയറിയപ്പോൾ തന്നെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ സ്ലൈഡുണ്ട്. ബട്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. ആ സിമൻറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ. നമ്മൾ മറ്റേ സിൽക്കണും പ്ലാസ്റ്റിക് കൊണ്ടൊന്നുമല്ല, ഫുൾ സിമൻറ്റും കൊണ്ടാണ്. അതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ അത് ഭയങ്കര ഹൈറ്റുള്ളത്. അപ്പോൾ നമുക്ക് 2 വശത്തും കൂടി കയറാം. ഇപ്പോൾ ഒരു സ്ലൈഡ് എന്ന് പറഞ്ഞൊരു സ്ലോപ്പായിട്ടുള്ളതും സ്റ്റെപ്പും കൂടി ഉള്ളൂ. അപ്പം നമുക്ക് 2 വശത്തും കൂടി കയറാം ഇതിൽ. ഇപ്പോൾ സ്ലോപ്പായിട്ടുള്ള ഭാഗത്തു കൂടെ കയറാണെങ്കിൽ അതിലും കയറാം, അല്ല സ്റ്റെപ്പായിട്ടുള്ള ഭാഗത്തു കൂടെ ആണെങ്കിൽ അതിലും അങ്ങനെയും കയറാം. ഇറങ്ങാനാണെങ്കിൽ 2 വശത്തും കൂടി ഇറങ്ങാം. അപ്പോൾ അതെ പാർക്കിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആട്ടോ ഈ ഭൂതത്തങ്കേട്ട് ഡാമിൻ്റെ. കണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പാലമുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും ഈ വെള്ളത്തിൻ്റെ വെള്ള കളറ് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഫോഴ്സിലാണ് ഈ വെള്ളം പോകുന്നതെന്ന് കേട്ടോ. ഈ കുറച്ച് തൊണ്ടയ്ക്കൊരു ചെറിയ ചെറിയ കിച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തൊണ്ടയുടെ സൗണ്ടൊക്കെ മാറിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ എന്തായിരുന്നു വിക്സ് ഗുളിക കഴിക്കൂ, കിച്ച് അകറ്റൂ, ആ കിച്ച് അകറ്റണം ഗൈസിന്. അപ്പോൾ ഇത് കാണുന്നത് ഭൂതമാട്ടോ. ഈ ഭൂതത്തങ്കേട്ട് ഡാം ഉണ്ടാക്കിയത് ഭൂതമാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റിലായിരിക്കും ഈ ഭൂതം കല്ലും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. യാരിവൻ കല്ലും പൊക്കിപ്പോയിടുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു ഗൈസ്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ തൊണ്ട പോയി കിടക്കുന്നു കൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡാം. കണ്ടോ 2 വശത്തും കൂടെ കയറാനും ഇറങ്ങാനും പറ്റും. അല്ലേ കൂടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, കുഴിയും കൊണ്ടുള്ളത് കൊണ്ട് നമ്മളൊന്ന് നിന്ന് പോയാൽ ബ്രേക്ക് ഇല്ലാതെ സൈക്കിൾ പോലെ നമ്മളവിടെ പോയി ഇടിക്കും. എനിക്ക് ഇടിച്ച് ഇപ്പോൾ ഒരു അനുഭവം എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് ഞാൻ പറയുവാണ്. അപ്പോൾ അനുഭവമല്ലോ വെളിച്ചോ എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ഈ വലിയ മലകൾ കാണാൻ പറ്റും കേട്ടോ. ഈ വലിയ മല നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ച് ഞാൻ പോണ വഴിക്ക് നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്ക് ഒരു കാര്യം പറയാം കേട്ടോ. ശരിക്കും കാര്യം ഞങ്ങൾ വന്ന ടൈമിലാണെങ്കിൽ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ നന്നായിട്ട് കൂടി. നമ്മൾ ഈ തല ചുറ്റണ്ടായി ഇങ്ങനെ തല കുറ്റി പിടിക്കേണ്ടതായെന്ന് തോന്നുക. ബിക്കോസ് അപ്പോഴേക്കും വെയിൽ കൂടിയപ്പോൾ എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ അവിടെ ഇത് കണ്ടോ ഈ ബോട്ടിങ് ഇവിടെ ഈ ഒരു ആ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഉള്ള ഒരു പ്ലേസ് ആട്ടോ ഇത്. ഇവിടെ നിന്ന് നമുക്ക് കുറേ ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ബിക്കോസ് അതിൻ്റെ അപ്പുറത്താണ് ബോട്ടിങ് ഉള്ളത്. അപ്പോൾ കണ്ടോ ഇവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കയാക്കിങ് മാത്രമില്ല ഗൈസ്. കയാക്കിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ബോഗെയിൻ വില്ലാസ് ഉണ്ട്. ബോഗെയിൻ വില്ലാസ് പല കളറല്ല, റോസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, പിന്നെ വെള്ളയും. അപ്പോൾ അവിടുത്തെ ആ ഒരു
ആ ഒരു നദി, പെരിയാറിൻ്റെ തന്നെ നദിയാണത്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇറങ്ങി ഇങ്ങനെ കളിച്ച് ഗൈസ്. പെരിയാറിൽ നമ്മൾ ഇറങ്ങിയെന്ന് പറയാമല്ലോ. അപ്പോൾ അതെ, നമ്മളിനി ഇടമലയാർ വരാട്ടുപാറ അങ്ങോട്ടാട്ടോ പോണേ. ഇടമലയാറിൽ തന്നെ വേറൊരു ഡാമുണ്ട്, അങ്ങോട്ടൊക്കെ പോകാനാണ് ഞങ്ങളിപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഓപ്പോസിറ്റ് കണ്ട പാലത്തു കൂടെ പോകുന്നത്. ഈ പാലം കയറി പോയിട്ട് 350 മീറ്റർ കഴിയുമ്പോൾ പഴയ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ വഴി കൂടെ പോകാമെന്നാണ് പറയുന്നത്. ബിക്കോസ് അവിടെയാണ് ഈ പഴയ ഭൂതത്താൻകെട്ട് കെട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, എന്തോ ഒരു ഇഷ്യൂസ് കാണും, അവിടെ ക്ലോസ് ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ആ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഗൈസ് ഈ ഡാമിൻ്റെ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഡാം അടുത്തിരുന്ന് കാണുന്നത് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് ഫാമിലിയായിട്ട് വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. ടോട്ടലി ഇത് വേർത്താണ്. പിന്നെ കുറേ ഞങ്ങളിപ്പോൾ 5 പേരേ ഉള്ളൂ. നമുക്കപ്പോൾ ശരിക്കും വെഹിക്കിൾ ഫീ ഒക്കെ കൂട്ടി ടോട്ടൽ 60 രൂപ മാത്രമേ ചിലവായുള്ളൂ. അപ്പോൾ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ഇവിടെ വരുന്നവർക്ക് വെക്കേഷൻ ചില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ കോതമംഗലം മൂവാറ്റുപുഴ അവിടെയാട്ടോ. അവിടെ ഭൂതത്താൻകെട്ട് ഡാമാണ്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഇപ്പോൾ കാണുന്ന ബ്രിഡ്ജിൽ കൂടെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് ഇടമലയാർ ഡാമും വടാട്ടുപാറയിട്ടൊക്കെ പോകാം. ഈ വടാട്ടുപാറ ഇടമലയാർ ഡാം കൊണ്ട് ഈ ഒരു റോഡ് ക്ലോസ് ആവും. ഇത് ഫുൾ സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഫോറസ്റ്റിലാട്ടോ. അപ്പോൾ സൺസെറ്റ് ടൈമിലൊക്കെ വരുന്നവർക്ക് ശരിക്കും നല്ല രസമായിരിക്കും. ബിക്കോസ് സൺസെറ്റ് ടൈമിലൊക്കെ ആകുമ്പോൾ ഈ ഡാമിൻ്റെ അകത്തിരുന്നിട്ട് നമുക്ക് ഈ സൺസെറ്റൊക്കെ കാണാൻ പറ്റുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ തിരക്കുണ്ടാവില്ല. പക്ഷെ ഒരു കുട കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ തല ചുറ്റിയ പോലെ കിടന്ന് നിങ്ങളും ചുറ്റും. അപ്പോൾ കണ്ടോ, നേരെ കാണുമ്പോൾ അവിടെ മരങ്ങൾ കാണുന്നത് അവിടെ കാടാണ് ഗൈസ്. കാടിൻ്റെ നടുക്ക് കൂടെ ഒരു പാതയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കും. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുക. അതുമാത്രമല്ല ഗൈസ്, ബോട്ടിങ് ഒരു അറൗണ്ട് 5 PM ആകുമ്പോഴേക്കും ക്ലോസ് ആകും കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇടമലയാർ ജലസേചന പദ്ധതിയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവാട്ടോ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ഇടമലയാർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെൽക്കം ബോർഡൊക്കെ കിട്ടിക്കൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഇടമലയാറിയിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസാട്ടോ. ഫോറസ്റ്റ് ഓഫീസൊക്കെ പോരെ ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ സൂക്ഷിക്കുക, ആന സഞ്ചരിക്കുന്ന വഴി അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ ഞങ്ങളവിടെ പോയിട്ടൊരു ആനേനെ പോയിട്ടൊരു പുൽക്കുഞ്ഞിനെ പോലും കണ്ടില്ല ഗൈസ്. അപ്പോൾ ഇതൊരു ചെക്ക് ഡാമാണ് കേട്ടോ. ഞാൻ ചെക്ക് ഡാമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. സോറി, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന സമയത്ത് ഒരു പശു, ഇത് ശരിക്കും പശുവാണ്, നാടൻ പശു. പക്ഷെ ഞാൻ ആദ്യം കാട്ടുപോത്താന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് കാട്ടുപോത്തും ഒക്കെ കാണുമ്പോൾ എല്ലാം ഒരേപോലെയാലും. അപ്പോൾ ഞാൻ പപ്പേനെ പറഞ്ഞത് പറ്റിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വലിയ ഇങ്ങനെ മല നമ്മൾ നേരത്തെ നോട്ടീസ് ചെയ്ത് വെച്ചാൽ ഞാൻ വഴി പറയാമെന്ന് പറഞ്ഞില്ലേ, അതാട്ടോ. ഈ നമ്മൾ അവിടെ നിന്ന് അത്രയും ദൂരെ എന്ന് കണ്ട മല നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലോസർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പപ്പ കാണിക്കുന്നത് ആ മലയാട്ടോ. പിന്നെ ഇതൊരു അരുവിയാട്ടോ, പെരിയാറിൻ്റെ തന്നെ ഒരു അരുവിയാട്ടോ. ഇവിടെ നല്ല തണുത്ത വെള്ളം കേട്ടോ ഗൈസ്, ഭയങ്കര തണുത്ത വെള്ളം. അപ്പോൾ ഇവിടെ പക്ഷേ ഈ വെയിൽ കിട്ടിയേക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കുറച്ചും കൂടി പോയിട്ട് നീങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഈ മലകളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. ഇനി നമുക്ക് ആ മലയുടെ അവിടെ ആയിട്ട് കുറച്ച് മുമ്പാണ് ഈ റോഡ് ഇടമലയാർ വടാട്ടുപാറ ഭൂതത്താൻകെട്ട് ഡാം എൻഡി. അപ്പോൾ കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ ആൾക്കാരധികം വേസ്റ്റ് ഒന്നും കൊണ്ടിടാറില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ മരത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വടി മുറിച്ചെടുത്തിട്ട് നമ്മൾ മലയാറ്റൂരൊക്കെ പോകുമ്പോൾ നടക്കാൻ വേണ്ടി ഒരു ചൂരൽ പോലത്തെ സംഭവിക്കില്ലേ, ഈ സംഭവം ഇതെടുത്തിട്ട് ഞാൻ അവിടെ നിന്നിട്ട് കുഞ്ചിയമ്മക്കെങ്കിൽ മക്കളാണേ അഞ്ചാമനോമനെ കുഞ്ചുവനെ ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ശരിക്കും പറഞ്ഞിങ്ങനെ ബോട്ടിൽ തന്നെ നമ്മൾ തുഴഞ്ഞ്
തുഴഞ്ഞ് പോകണമെന്ന് താല്പര്യമുണ്ട്. എനിക്ക് ശരിക്കും പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് കയാക്കിങ് ഇഷ്ടം. ബിക്കോസ് നമുക്ക് തന്നെ തുഴയാലോ. എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ്. ഞാൻ സില്ലി ഗേൾ അല്ല, എനിക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അവസാനം എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ മാത്രം എനിക്ക് ആ ഒരു ത്വര അങ്ങ് നിൽക്കും. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് അങ്ങ് നീങ്ങി കണ്ടോ അങ്ങോട്ട് ആ സ്ഥലത്ത് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പാറക്കെട്ടുകളിൽ കൂടെ ഒഴുകുന്ന വെള്ളം കാണാം. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ കണ്ടോ ഇവിടെ അത് ഒരു എന്താ നമ്മൾ പാറ കൊണ്ടുള്ള ഒരു മലയാണോ കുന്ന്. അപ്പോൾ കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ പാറക്കെട്ടിൽ കൂടെ ഒഴുകുന്ന അരുവി. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടുത്തെ വെള്ളത്തിന് നല്ല ഒഴുക്കുമാണ്, നല്ല തണുപ്പുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വെക്കേഷനൊക്കെ പിള്ളേരായിട്ട് എൻജോയ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷേ കുഞ്ഞു പിള്ളേരെ ഒന്നും തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ സമ്മതിക്കരുത്. ബിക്കോസ് ഇവിടെ നല്ല ഒഴുക്കുണ്ട്, ഫോഴ്സും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നല്ല വഴുക്കലുണ്ട്. അപ്പോൾ നമ്മുടെ കാലും തെറ്റിയാൽ നമ്മൾ വീണ ഒഴുകി പോകും. എന്നെപ്പോലെ ആക്രാന്തം കാണിക്കരുത്. നമ്മൾ ധൃതി വെക്കാൻ മേലില്ല ഗൈസ്. കണ്ടോ ആ ചേട്ടന്മാർ അവിടെ പോയി. എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, ബട്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. നമുക്ക് കുറച്ചും കൂടി വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഞാൻ മിനിറ്റിന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഈ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ കളിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് അവിടെ നിന്നൊരു കുഴിയിൽ നിന്നൊരു കല്ലെടുത്തിട്ട് നമ്മളിങ്ങനെ കല്ലിങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ ടക്ക് ടക്ക് ഇങ്ങനെ നിരന്ന് ചാടി പോയില്ലേ, ആ ഒരു കളി കളിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ നടന്നില്ല ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാലും. പിന്നെ ഞങ്ങൾ വടാട്ടുപാറ എൻഡിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്. നമ്മൾ കുരങ്ങനെ കണ്ടു കേട്ടോ. കുരങ്ങനെ, പിന്നെ മരയണ്ണാനും, പിന്നെ വേഴാമ്പൽ പോലത്തെ ഒരു പക്ഷീനും. അത് എന്നെ ഒച്ചയായിരുന്നു അറിയോ, നമുക്ക് വീടെടുക്കാൻ സമ്മതിക്കുന്നില്ല, അതേപോലത്തെ ഒച്ചയായിരുന്നത്. അപ്പം ഇതൊക്കെ കാടാട്ടോ, ഞാൻ പറഞ്ഞില്ല കാടിൽ സറൗണ്ട് ചെയ്തേക്കണെയാന്ന്. ഇപ്പം നിങ്ങൾ നേരെ കാണുന്ന ആ ഒരു ഗേറ്റ് എന്നല്ല കേട്ടോ, ആ ഒരു ഗേറ്റാണ് നമ്മളിതിൻ്റെ എൻഡിങ്. അത് KCBയുടെ ഒരു ഓഫീസാട്ടോ. അപ്പോൾ ഈ KCBയിലെ ചേട്ടന്മാരും ഈ കുരങ്ങന്മാരും മരയണ്ണന്മാരൊക്കെ നല്ല കൂട്ടാണ് ഗാസ്. കണ്ടോ അവിടെ സ്റ്റോപ്പ് ബോർഡൊക്കെ ഉണ്ട്, അവിടെ സ്റ്റോപ്പാക്കണം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക്, ഈ KCBയുടെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള എൻക്വയറീസും പെർമിഷൻസൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇവർ കയറ്റി വിടും. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലടിച്ചെടുക്കുക, അടിച്ചു വിളിക്കുക. ബൈ.